ഇന്ന് കേരള മനസാക്ഷിയെ മരവിപ്പിച്ച ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. കിടപ്പ് രോഗിയായ അച്ഛനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മകനും കുടുംബവും കടന്നു കളഞ്ഞു. തൃപ്പൂണിത്തുറ ഏരൂരിലാണ് സംഭവം. മകൻ അജിത്തിനെതിരെ തൃപ്പൂണിത്തുറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതേസമയം വയോധികനെ സഹോദരൻ്റെ വീട്ടിലേക്ക് മാറ്റി. വിവരങ്ങളുമായി ചേതൻ സാജനുണ്ട്. ചേതൻ, വളരെ വിഷമമുണ്ടാക്കുന്നൊരു വാർത്തയാണ്. കാരണം കിടപ്പ് രോഗിയായ അച്ഛനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മകനും കുടുംബവും കടന്നു കളഞ്ഞു. ആഹാരം പോലും നൽകാതെ. തൃപ്പൂണിത്തുറ ഏരൂരിലാണ് സംഭവം. മകൻ അജിത്തിനെതിരെ തൃപ്പൂണിത്തുറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ വയോധികനെ സഹോദരൻ്റെ വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ വ്യാഴാഴ്ച രാത്രിയോടുകൂടിയാണ് ഈ കിടപ്പ് രോഗിയും വൃദ്ധനുമായ ഷൺമുഖനെ ഉപേക്ഷിച്ച് മകൻ അജിത്തും കുടുംബവും ഈ വാടക വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞത്. 24 മണിക്കൂറുകളോളം ഇയാൾ ജലപാനം പോലും ഇല്ലാതെ റൂമിൽ കഴിയുകയായിരുന്നു. ഈ വീട്ടിൻ്റെ ഉടമസ്ഥൻ വീട് തുറന്നു നോക്കുമ്പോഴാണ് ഈ ഷൺമുഖൻ ഇത്തരത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടനെ തന്നെ അദ്ദേഹം പോലീസിനെയും അതുപോലെ തന്നെ നഗരസഭ കൗൺസിലറെയും ഒക്കെ വിവരം അറിയിക്കുമായിരുന്നു. ഉടൻ തന്നെ പോലീസൊക്കെ എത്തുകയും ചെയ്തു. പോലീസ് ഫോണിലൂടെ ഈ മകനെ ബന്ധപ്പെട്ടു. മകൻ പറഞ്ഞത് താനിപ്പോൾ സ്ഥലത്തില്ലെന്നാണ്, എത്തിയാൽ ഉടനെ തന്നെ പിതാവിനെ ഏറ്റെടുത്തു കൊള്ളാം എന്നാണ് ഈ മകൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഷൺമുഖൻ ഈ അജിത്തിനെ കൂടാതെ തന്നെ 2 പെൺമക്കളുണ്ട്. ഇവർ രണ്ടുപേരും വിവാഹിതരാണ്. അതിലൊരാൾ ഇൻഫോ പാർക്ക് ജീവനക്കാരി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ആൾ തൃശ്ശൂരിലുമാണ്. ഇവരെയും പോലീസ് ഫോണിലൂടെ ബന്ധപ്പെടുകയുണ്ടായി. ഇവരും പറഞ്ഞത് തങ്ങൾ ഉടനെ തന്നെ ഈ പിതാവിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാം. പക്ഷേ ഈ സംഭവം നടന്നിട്ട് 24 മണിക്കൂറിന് കഴിഞ്ഞിട്ടും ഈ 3 മക്കളും ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് ഏറ്റവും ലജ്ജാകരമായ വസ്തുത. വിഷയത്തിൽ പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. അതായത് വൃദ്ധരും അതുപോലെ തന്നെ അവശരുമായ മാതാപിതാക്കളുടെ സംരക്ഷണം മക്കളുടെ നിയമപരമായുള്ള ബാധ്യതയാണ്. ഇത് ലംഘിച്ചതിനാണ് ഈ മകൻ അജിത്തിനെതിരെ തൃപ്പൂണിത്തുറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ ഷൺമുഖനെ ഇങ്ങനെ ഇത്തരത്തിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടപ്പോൾ ഈ വീട്ടുടമ തന്നെ സ്വമേധയാൽ ആഹാരം മറ്റും നൽകുകയായിരുന്നു. അതുപോലെ തന്നെ പാലിയേറ്റീവ് വിവരം പറഞ്ഞ് പാലിയേറ്റീവ് കെയറിലെ ജീവനക്കാരും എത്തിയിട്ടുണ്ട്. ഷൺമുഖന് വേണ്ട പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയിട്ടുണ്ട്. രക്തത്തിൽ സോഡിയത്തിൻ്റെ അളവ് കുറഞ്ഞതായി സംശയിക്കുന്നതായി പാലിയേറ്റീവ് ജീവനക്കാർ പറഞ്ഞതിനെ തുടർന്ന് ഉടനെ തന്നെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സക്കായി ഈ ഷൺമുഖനെ മാറ്റിയിട്ടുണ്ട്. വിഷയത്തിൽ സാമൂഹ്യനീതി വകുപ്പ് ഇടപെട്ടിട്ടുണ്ട്. വിഷയത്തിൽ മന്ത്രി വീണ ജോർജിൻ്റെ പ്രതികരണം അടക്കം വന്നിട്ടുണ്ട്. ഈ ഷൺമുഖൻ്റെ ചികിത്സയും പരിചരണവും സാമൂഹ്യനീതി വകുപ്പിൻ്റെ സഹകരണത്തോടെ നടപ്പാക്കുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. കിടപ്പ് രോഗിയായ അച്ഛനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മകനും കുടുംബവും കടന്നു കളഞ്ഞു. തൃപ്പൂണിത്തുറ ഏരൂരിലാണ് സംഭവം. മകൻ അജിത്തിനെതിരെ തൃപ്പൂണിത്തുറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതേസമയം ഇപ്പോൾ വയോധികനെ സഹോദരൻ്റെ വീട്ടിലേക്ക് മാറ്റി. വിവരങ്ങളാണ് ചേതൻ സാജൻ നൽകിയത്.